ഇന്ന് ഉച്ചയ്ക്ക് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനായിട്ട് അധികം കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. ചേനയും മത്തനും വൻപയറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വൻപയർ രാവിലെ ഞാൻ വെള്ളത്തിലിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചാണ് കുതിർന്നിട്ടുള്ളൂ. എന്നാലും ഒരു 2-3 വിസിൽ എക്സ്ട്രാ അടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുക്കറിലിട്ടു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. വെവ്വേറെ വേവിക്കാനും സമയമില്ലടോ. അപ്പോൾ അത് ഒന്നിച്ചിട്ട് തന്നെ അങ്ങോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ വലിച്ചിട്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് കൊണ്ടിടുക, അല്ലാത്തതൊക്കെ ഇങ്ങനെ എടുത്ത് പെറുക്കിയെടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അതായത് ഒരു കറി ഉണ്ടാക്കിയാൽ അത് അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ എന്നെ എപ്പോഴും പറയുന്നത് നിനക്ക് പ്രാന്താണെന്നാണ്. എന്താ വെച്ചാൽ ഞാൻ ഏത് നേരം ഇങ്ങനെ തുടച്ചിട്ടും അടിച്ചിട്ടും ഇതേപോലെ കഴുകിയിട്ടൊക്കെ നടക്കും. അപ്പോൾ ഇത് ശരിക്കൊരു പ്രാന്താണോ എനിക്കറിയില്ല. മിക്കവാറും പെണ്ണുങ്ങൾക്കുള്ളത് തന്നെ ആവില്ലേ. നമ്മൾ വർക്ക് ചെയ്യണ ആ സ്ഥലം നല്ല നീറ്റായി കിടക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്ന സ്ഥലം എപ്പോഴും ക്ലീൻ ആൻഡ് വൃത്തിയായി കിടക്കണം. അതായത് ഇങ്ങനെ ഏതാണ്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും കണ്ടുകൂടാ, അടുക്കി പെറുക്കിയിട്ട് എപ്പോഴും അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? അതൊന്ന് കമൻറ്റ് ചെയ്യേ. എനിക്കെന്താണെന്നറിയില്ല, കുറച്ചൊരു പൊടി കണ്ടാൽ എനിക്കത് അപ്പം തന്നെ അത് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മുടെ കാരണന്മാരൊക്കെ പറയണ പോലെ ചൊട്ടയിൽ ശീലം ചുടല വരെ എന്നല്ലേ. അതായത് ചെറുപ്പത്തിൽ എന്ത് ശീലിച്ചോ അത് തന്നെയാണല്ലോ പിന്നെ നമ്മൾ തുടർന്ന് പോരുക. അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. രാവിലെ എണീച്ചിട്ട് അടിച്ചുവാരി തുടയ്ക്കും, അങ്ങനെ വിളക്ക് വയ്ക്കും, രാവിലെ തന്നെ കുളിക്കും, അങ്ങനെയാണ്. ആ ഒരു ശീലമാണ് കേട്ടോ എനിക്ക്. അതിപ്പോൾ ഇവിടെ വന്നിട്ടും ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ അതേപോലെ കൊണ്ടുനടക്കുകയാണ്. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അത് മാറ്റില്ല കേട്ടോ. അത് എൻ്റെ ഒരു ഇതിൽ അലിഞ്ഞു പോയി പറയില്ലേ, രക്തത്തിൽ അലിഞ്ഞു പോയി പറയില്ലേ, അതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് ഊണ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഊണ് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് വേഗം ഏട്ടൻ തന്നെ ചോറെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ആ പുഴുക്കിക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ പോകാൻ നേരം വൈകിട്ട് ആളെന്നെ വേഗം ചോറൊക്കെ വിളമ്പിട്ടോ. പിന്നെ ഇതാ പുഴുക്ക് ഞാൻ വേഗം ആക്കിയിട്ട് അതും കൂടെ കൊടുത്തേ. അപ്പോൾ ഈ പുഴുക്കൊന്നും ഉടച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉടയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടനെ. അങ്ങനെ ഞാനും ഇന്നും പുഴുക്കന്നെ കഴിച്ചിട്ടോ. അപ്പോൾ എനിക്കിന്ന് പുഴുക്കാണ് എൻ്റെ ഉച്ചത്തെ ഭക്ഷണം. ചൂടാണ് കേട്ടോ. എനിക്ക് ഈ ചൂടുള്ള സാധനങ്ങൾ ഇങ്ങനെ ഊതി കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ?